നമസ്കാരം. പ്രോഫിറ്റ് പോയിന്റിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നു, 50% ഓഫ് അല്ലെങ്കിൽ ഒരു ലിമിറ്റഡ് പീരിയഡ് ഓഫർ. പെട്ടെന്ന് തന്നെ നമ്മൾ ഷോപ്പിംഗ് ആപ്പുകൾ തുറക്കുന്നു, ആവശ്യമില്ലാത്ത ഈ പ്രോഡക്ട്സ് ഒക്കെ എടുത്ത് കാർട്ടിലേക്ക് ഇടുന്നു. അവസാനം പണം ചെലവാക്കി കഴിയുമ്പോൾ മാത്രം ഒരു തോന്നലാണ്, ഇതെനിക്ക് ആവശ്യമുണ്ടായിരുന്നു. ഈ ഒരു തോന്നലുണ്ടാവും. ഈ സെയിൽ അഥവാ ഓഫറുകൾ വെറുമൊരു വിലക്കുറവല്ല, അതൊരു മാർക്കറ്റിംഗ് തന്ത്രമാണ്. നിങ്ങൾ പണം ലാഭിക്കുകയാണോ അതോ ഇത്തരത്തിൽ അനാവശ്യമായി ചെലവാക്കുകയാണോ ചെയ്യുന്നത് എന്ന് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? അതാണ് നിങ്ങൾ അറിയേണ്ടത്. നമുക്കൊന്ന് നോക്കാം എങ്ങനെ നമുക്കത് അറിയാമെന്ന്. അപ്പോൾ സെയിൽസുമായി ബന്ധപ്പെട്ട പ്രധാനമായി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ് ഇനി പറയുന്നത്. അതിൽ ആദ്യത്തേതാണ് ആങ്കറിംഗ് എന്നത്. ആങ്കറിംഗ് എന്നത് ഒരു മനഃശാസ്ത്രമാണ്. അതായത് മാർക്കറ്റിംഗിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ് ആങ്കറിംഗ്. ഒരു ഉൽപ്പന്നത്തിൻ്റെ യഥാർത്ഥ വില 5000 രൂപയാണെന്ന് കാണിച്ച ശേഷം അത് 2500 രൂപയ്ക്ക് നൽകുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ തലച്ചോറ് ചിന്തിക്കുന്നത് നമ്മൾ 2500 രൂപ ലാഭിച്ചു എന്നാണ്. എന്നാൽ വാസ്തവത്തിൽ നിങ്ങൾ 2500 രൂപ ചെലവാക്കുകയാണ് ചെയ്തത്. നിങ്ങൾക്ക് ആ ഉൽപ്പന്നം തീരെ ആവശ്യമില്ലെങ്കിൽ ആ 2500 രൂപ നിങ്ങളുടെ നഷ്ടം തന്നെയാണ്. ഇതിനെ സാമ്പത്തിക ശാസ്ത്രത്തിൽ ഇമ്പൾസ് ബൈയിങ് എന്നാണ് വിളിക്കുന്നത്. അതായത് ചിന്തിക്കാതെയുള്ള പെട്ടെന്നുള്ള തീരുമാനങ്ങൾ വഴി നിങ്ങൾ പണം ചെലവാക്കുന്നു. അടുത്താണ് സെയിൽസ് ഒഴിവാക്കാനുള്ള കെണികൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് പ്രത്യേകിച്ച് സാമ്പത്തിക തന്ത്രങ്ങളിൽ ഓഫറുകൾ കണ്ട് വീഴാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾ ഒരു സാമ്പത്തിക വിദഗ്ധനെ പോലെ ചിന്തിക്കുമ്പോഴാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇതിനായി നിങ്ങൾക്ക് 3 നിയമങ്ങളുണ്ട്, അത് നിങ്ങൾ പ്രത്യേകം ഓർക്കണം. ആദ്യത്തേതാണ് 24 hour റൂൾ, അതായത് 24 മണിക്കൂർ നിയമം. എന്തെങ്കിലും സാധനം കാണുമ്പോൾ അത് വാങ്ങാൻ തോന്നിയാൽ ഒരു ദിവസം നിങ്ങൾ കാത്തിരിക്കുക. 24 മണിക്കൂറിന് ശേഷവും നിങ്ങൾക്ക് അത് അപ്പോഴും വേണം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അപ്പോൾ മാത്രം നിങ്ങളത് വാങ്ങുക. ഇത് നിങ്ങളുടെ വൈകാരികമായ തീരുമാനത്തെ യുക്തിപരമായ തീരുമാനമാക്കി മാറ്റുന്ന പ്രോസസ്സാണ്. അടുത്തതാണ് അൺസബ്സ്ക്രൈബ് ചെയ്യുക എന്ന പ്രധാന കാര്യം. ഈ ഷോപ്പിംഗ് സൈറ്റുകളിൽ നിന്നുള്ള ഇമെയിലുകളും നോട്ടിഫിക്കേഷനുകളും ഒഴിവാക്കുക. നിങ്ങളുടെ കയ്യിലേക്ക് വിവരങ്ങൾ എത്തുമ്പോഴാണ് നിങ്ങൾക്ക് ചെലവാക്കാൻ ഉള്ള പ്രേരണ തോന്നുന്നത്. അടുത്തതായി ചിന്തിക്കേണ്ട പ്രധാന കാര്യമാണ്, ആവശ്യമാണോ അതോ ആഗ്രഹമാണോ ഞാൻ വാങ്ങുന്നതെന്ന്. അതായത് സാധനം വാങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക, ഇത് കൂടാതെ എൻ്റെ ജീവിതം മുന്നോട്ട് പോകുമോ? അത്യാവശ്യമുള്ള ഒന്നാണെങ്കിൽ മാത്രം നിങ്ങൾ വാങ്ങുക. 2, അവസരം നഷ്ടപ്പെടുത്തുന്നതിൻ്റെ ചെലവ്, അതായത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് സാമ്പത്തിക ശാസ്ത്രത്തിലെ ഏറ്റവും വലിയൊരു ആശയമാണ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റിനെ അടുത്തറിയാം. ഇന്ന് നിങ്ങളൊരു ഓഫർ കണ്ട് 2000 രൂപ അനാവശ്യമായി ചെലവാക്കിയാൽ ആ 2000 രൂപ നിക്ഷേപിച്ച് നിങ്ങൾക്ക് ലഭിക്കുമായിരുന്ന പലിശയോ വരുമാനമോ ആണ് നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത്. ചെറിയ തുകയെന്ന് തോന്നുമെങ്കിലും വർഷാവസാനം ഇത് വലിയൊരു തുകയായി മാറും. ഒരു സ്മാർട്ട് ഷോപ്പർ ആകാൻ വിലക്കുറവ് എന്നതിലുപരി യഥാർത്ഥ മൂല്യം, അതായത് വാല്യൂ ഫോർ മണി ആണ് നിങ്ങൾ നോക്കേണ്ടത്. അടുത്തായി പ്രധാനമാണ് കച്ചവടക്കാരുടെ ഒരു സൈക്കോളജി എന്നത്. സെയിൽ എന്നത് കച്ചവടക്കാരുടെ ലാഭത്തിന് വേണ്ടിയുള്ള വഴിയാണ്, നിങ്ങളുടെ സമ്പാദ്യത്തിനുള്ളതല്ല. വിപണിയുടെ മായക്കാഴ്ചകൾ വീഴാതെ കൃത്യമായ ബഡ്ജറ്റോടെ ഷോപ്പിംഗ് നടത്തുക. പണം ലാഭിക്കുന്നത് പണം സമ്പാദിക്കുന്നതിന് തുല്യമാണ്. ഈ വിവരങ്ങൾ പ്രയോജനപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇത് സുഹൃത്തുക്കളോടൊപ്പം പങ്കുവെക്കുക. കൂടുതൽ സാമ്പത്തിക പാഠങ്ങൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.